ഗസ വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച് നിർണായക തീരുമാനം കൈക്കൊള്ളാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഉടൻ. സൈന്യം ഗസ വിടില്ലെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കെ സമാധാന പദ്ധതി തകരുമെന്ന മധ്യസ്ഥ രാജ്യങ്ങൾക്ക് ആശങ്കയുണ്ട്. വക്താവ് അബൂ ഉബൈദ ഉൾപ്പെടെയുള്ളവരുടെ മരണം സ്ഥിരീകരിച്ചു ഹമാസ്. ന്യൂനമർദ്ദം സൃഷ്ടിച്ച പ്രതികൂല കാലാവസ്ഥയിൽ ഗസയിൽ ജനജീവിതം കൂടുതൽ ദുരിതപൂർണ്ണം. അമേരിക്കയും ഇസ്രായേലുമായി ഇറാൻ സമ്പൂർണ്ണ യുദ്ധത്തിലാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. MC നാസർ കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേർന്നു. നാസർ, ആദ്യഘട്ട കരാർ യാഥാർത്ഥ്യമായതു മുതൽ പലതവണ ഇസ്രായേൽ കരാർ ലംഘിച്ചതാണ്, അത് നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ രണ്ടാം ഘട്ട കരാറിന് വേണ്ടി ചർച്ച നടത്തുകയാണ് ട്രംപും ഒപ്പം തന്നെ നെതന്യാഹുവും. ഈ ചർച്ചയിൽ എത്ര കണ്ട് പ്രതീക്ഷ വെക്കണം നാസർ? അനീഷ, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ് അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ ഫ്ലോറിഡയിൽ നടക്കാൻ പോകുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇന്ന് രാവിലെ തന്നെ ഫ്ലോറിഡയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, അമേരിക്കയുടെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിന്റെ ഉപദേശകനും കൂടിയായിട്ടുള്ള ജറദ് കുഷ്നർ, ഇവരും ഈ സംഘത്തിലുണ്ട്. ഒന്നിച്ച് തന്നെ ആയിരിക്കും നിർണായകമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുക. ഗസയിൽ ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ ഇനിയും നീണ്ടുപോകുമോ, അതല്ല ഇടക്ക് വെച്ച് അത് അവസാനിക്കുമോ എന്ന നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരിക്കും ഇന്ന് രാത്രി ഫ്ലോറിഡയിൽ നിന്ന് ലഭ്യമാവുക. എന്തായാലും ഇസ്രായേൽ ഈ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന അർത്ഥത്തിലുള്ള പ്രതികരണമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കാനോ തങ്ങൾ തന്നെ രംഗത്ത് വരും. അതായത് ഗസയിൽ വീണ്ടും യുദ്ധം ആരംഭിക്കാനുള്ള ഒരു നീക്കമായിരിക്കും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങളുമായിട്ട് അമേരിക്ക നടത്തിയ ആശയവിനിമയത്തിൽ എന്തായാലും ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനും നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ച 20 ദിന സമാധാന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാനുമുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് അമേരിക്ക ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ എത്ര കണ്ട് ഇതിനെ പ്രേരിപ്പിക്കാൻ അമേരിക്ക തയ്യാറാകും എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇന്ന് രാത്രി നടക്കുന്ന ചർച്ചയോടുകൂടി ലഭ്യമാകുമെന്നാണ് സൂചന ലഭിക്കുന്നത്. എന്തായാലും അമേരിക്കയുടെ ഉദ്യോഗസ്ഥരും അമേരിക്കൻ ഉന്നത വൃത്തങ്ങളും ഒക്കെ വ്യക്തമാക്കുന്നത് ജനുവരിയോടുകൂടി തന്നെ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. എന്തായാലും അധികം സമയം വൈകാതെ തന്നെ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം ഗസയിൽ നടക്കും. തുടർന്ന് ഹമാസിന്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച നീളും. എന്തായാലും ഈ സമാധാന പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ല എന്ന പ്രഖ്യാപിതമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ഈ രാത്രിയിലും അമേരിക്ക നിൽക്കുന്നത്. പക്ഷേ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അത് തെര്യപ്പെടുത്താൻ, ഇസ്രായേലിനെ അതിനെ പ്രേരിപ്പിക്കും. നിർണായകമായ ചർച്ച ഇന്ന് ഫ്ലോറിഡയിൽ നടക്കാനിരിക്കുകയാണ്. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച നടക്കുകയാണ്. രണ്ടാം ഘട്ട വെടിനിർത്തലാണ് പ്രധാനമായും ചർച്ചയാകുക. പക്ഷേ അതിലെത്ര കണ്ട് പ്രതീക്ഷ വെക്കണം എന്നറിയില്ല. കാരണം നെതന്യാഹു ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് യുദ്ധം തുടരാം എന്നുള്ളത് തന്നെയാണ്. ആദ്യഘട്ടത്തിൽ ഉൾപ്പെടെ നെതന്യാഹു മുന്നോട്ട് വെച്ച ആവശ്യം, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ ആശയത്തിലേക്ക് അല്ലെങ്കിൽ ആ തീരുമാനത്തിലേക്ക് എത്താൻ തന്നെയായിരിക്കും നെതന്യാഹു നീക്കം ഇടുക എന്ന് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് മുന്നോടിയായി നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാസർ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ഈ പറഞ്ഞതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾ ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ സൈന്യത്തെ പിൻവലിക്കുന്ന കാര്യത്തിൽ നെതന്യാഹു സർക്കാരിന് അല്ലെങ്കിൽ ഇസ്രായേലിന് ചെറിയ ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും യുദ്ധം തുടരാനുള്ള ഒരു താല്പര്യം തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെയിരിക്കെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും ഈ ചർച്ചയിൽ നടത്താൻ സാധിക്കുക? ഒപ്പം തന്നെ ട്രംപ് എന്ത് നിലപാട് ആയിരിക്കും ഈ വിഷയത്തിൽ ചേർക്കുക? നമ്മളിപ്പോൾ ആദ്യഘട്ട ചർച്ചയിൽ ഉൾപ്പെടെ കണ്ടതാണ്, റഫാ അതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള ഉപാധികളൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. അനീഷ, തീർച്ചയായിട്ടും വലിയ ഒരു തോതിലുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിലുണ്ട്. കാരണം മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഈ സമാധാന പദ്ധതി മുന്നോട്ട് പോകണം, അതല്ല ഒരു ആക്രമണം പുനരാരംഭിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെയല്ല, മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും ഒക്കെ അറബ് മുസ്ലിം ലോകത്തുള്ള പശ്ചിമേഷ്യയിലുള്ള താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. 2 കൊല്ലത്തിലധികം നീണ്ട ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ വരുത്തിവെച്ചിരിക്കുന്ന അതിഗുരുതരമായിട്ടുള്ള ജീവൽ സമസ്യ
ശക്തികൾ ഒരു ഭാഗത്തുണ്ട്. അത് ലോകത്തുടനീളം ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു വികാരം രൂപപ്പെടുത്തി ഇസ്രായേലിനെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു വികാരം ലോകത്തുടനീളം പടർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് ഈ വെടിനിർത്തൽ കാലയളവിൽ പോലും 400-ലധികം തവണ 800-ലധികം തവണ വെടിനിർത്തൽ ലംഘനം ഇസ്രായേൽ നടത്തി. അതിന്റെ ഭാഗമായി 412 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു, 1100-ലധികം പേർക്ക് പരിക്കേറ്റു. ഈ ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടതോടുകൂടി തന്നെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ പോലും ഇസ്രായേലിന്റെ ഈ നീക്കത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഈജിപ്ത്, തുർക്കി, ഖത്തർ എന്നീ 3 രാജ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഒരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് മുകളിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തങ്ങളുടെ ഇടപെടലിലൂടെയാണ് അമേരിക്കയുടെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അനുകൂലമായ അവസരമൊരുക്കിയത്. ഹമാസ് അതുമായിട്ട് പരമാവധി സഹകരിച്ചിട്ടുണ്ട്. കാരണം ജീവനോടെയുള്ള 20 ബന്ദികളെ ഈ വെടിനിർത്തലിന്റെ ആദ്യ ദിവസം തന്നെ വിട്ടയച്ചു. 28 ബന്ദികളുടെ മൃതദേഹങ്ങളിൽ 27 ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറി. ഒരു ബന്ദിയുടെ മൃതദേഹം മാത്രമാണ് തെരച്ചിൽ നടത്തിയിട്ടും ഇതുവരെ കണ്ടെത്താതെ പോയിരിക്കുന്നത്. അതുകൊണ്ട് ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് മുഖവിലക്കെടുത്തുകൊണ്ട് കുറെ കൂടി അനുഭാവപൂർണ്ണമായിട്ടുള്ള നീക്കം ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ സമാധാന പദ്ധതി തകരുമെന്നൊരു മുന്നറിയിപ്പാണ് മധ്യസ്ഥ രാജ്യങ്ങളായ ഈ 3 മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി നടക്കുന്ന ചർച്ചയിൽ ട്രംപും അതോടൊപ്പം തന്നെ മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വികാരം തന്നെ ആയിരിക്കാം നെതന്യാഹുവിനെ അറിയിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനീഷ.